ബിഗ് ബോസ് ഏത് തരത്തിലുള്ള മാറ്റിപ്പിടിക്കലാണ് ഈ ഒരു സീസൺ 6 കൊണ്ടുവന്നിരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സിബിനെ അടിച്ചു താഴ്ത്തുന്നതിൻ്റെ മാക്സിമം ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ അടിച്ചു താഴ്ത്തുന്നുണ്ടായിരുന്നു. സിബിന് പറയാനുള്ളതൊന്നും കേൾക്കാതെ ലാലേട്ടൻ ജാസ്മിന് പറയാനുള്ളത് മാത്രം കേട്ടുകൊണ്ട് അതിൻ്റെ ന്യായം മാത്രം കണ്ടുപിടിക്കുന്ന രീതിയിലുള്ളൊരു എപ്പിസോഡ്. എന്താണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഇപ്പം നമ്മൾക്കൊരു കാര്യം പറയാം. സിബിൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ജാസ്മിനെ നടുവരൽ പൊക്കി കാണിച്ചു, അതായത് ഫക്ക് കാണിച്ചു. അത് തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സിബിന് അതിന് ചെറിയൊരു പണിഷ്മെൻറ്റും കാര്യങ്ങളും കിട്ടേണ്ടത് തന്നെയാണ്. അതിന് പകരം സിബിന് കൊടുത്ത പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് പവർ ടീമിൽ ആക്റ്റീവായിട്ട് അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സിബിനെ പവർ ടീമിൽ നിന്ന് പുറത്താക്കി. അതോടൊപ്പം തന്നെ സിബിനെ അടുത്ത ആഴ്ചയിലെ നോമിനേഷനിൽ അങ്ങിട്ടു. ഇപ്പം നോമിനേഷനിൽ വന്നത് പോട്ടെ നോക്കാം. കാരണം നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ കയറിപ്പോകാനായിട്ടുള്ള സപ്പോർട്ടേഴ്സും കാര്യങ്ങളും സിബിനുണ്ട്. അതുപോലെ തന്നെ പവർ ടീമിൽ ഏറ്റവും ആക്റ്റീവായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടസ്റ്റന്റിനെ പുറത്താക്കിയിരിക്കുന്നു. എന്ത് തരം മാറ്റിപ്പിടിക്കലാണ് സീസൺ 6 കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ ബിഗ് ബോസ്. അതോടൊപ്പം തന്നെ ജാസ്മിനെ പൊക്കി വാനോളം ഉയർത്തുകയാണ് ലാലേട്ടൻ നിന്നുകൊണ്ട് പറയാണ് എന്താണ് സിബിൻ തന്നെ ഫക്ക് കാണിച്ചതിന്, അല്ലെങ്കിൽ സിബിൻ അത്തരത്തിലുള്ള ചേഷ്ട ജാസ്മിനോട് കാണിച്ചതിന് ജാസ്മിൻ അതിന് സിബിൻ പറഞ്ഞ സോറി അക്സെപ്റ്റ് ചെയ്തതിന് വളരെ വലിയ ഒരു നന്ദി. അതോടൊപ്പം തന്നെ ജാസ്മിൻ്റെ വലിയ മനസ്സാണത് സിബിൻ്റെ ആ ഒരു സോറി അക്സെപ്റ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാസ്മിൻ അങ്ങ് ഈശ്വരനെ പോലെ ഉയർത്തി കാണിക്കുന്നു. സിബിനാണെങ്കിൽ ഇത്രയും നാൾ കൊടുത്ത കോണ്ടന്റുകൾക്ക് ഒന്നും ഒരു വിലയില്ലാത്ത രീതിയിൽ ചവിട്ടി താക്കുന്നു. ജാസ്മിനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ബിഗ് ബോസിന് ഇത്രയും കൊള്ളുന്നത്? എന്തുകൊണ്ടാണ് ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡുകളിൽ വന്ന് ഇത്രയും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നത്? മറ്റുള്ള ഒരു കണ്ടസ്റ്റൻറ്റിനും ഇല്ലാത്ത എന്ത് പ്രയോറിറ്റിയാണ് ജാസ്മിൻ എന്ന കണ്ടസ്റ്റൻറ്റിന് ബിഗ് ബോസ് മലയാളം സീസൺ 6 കൊടുക്കുന്നത്? ഇന്നത്തെ എപ്പിസോഡിൻ്റെ ലാലേട്ടൻ ഈ ഒരു സിബിൻ ജാസ്മിൻ ഇഷ്യൂ എങ്ങനെ ഇത് പറയും, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ ലാലേട്ടൻ ഇതിനെപ്പറ്റി സംസാരിക്കുമെന്ന് അറിയാൻ തന്നെയാണ് ഇരുന്നിരുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ വീട്ടിലില്ല, റെക്കോർഡ് ചെയ്യാൻ തക്ക സംഭവങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. അതേ ഫോണിൽ വെറുതെ വീഡിയോ ഓണാക്കി സംസാരിക്കുകയാണ്. ഈ ഒരു ലൈവ് കണ്ട സമയത്ത് എനിക്കത് പറയണമെന്ന് തോന്നി. എന്തായാലും നല്ല കളി. ഇനി ഇങ്ങനെയൊക്കെയാണ് മാറ്റിപ്പിടിക്കുന്നതെങ്കിൽ ഒരു കാര്യം പറയാം, ജനങ്ങൾക്ക് വേണ്ട രീതിയിലല്ല ഇപ്പം ഈ ഷോ മുന്നോട്ട് പോകുന്നത്. അത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.